നമസ്കാരം. എല്ലാവർക്കും വാങ്മയം, അതുപോലെ താലൂക്ക് തല വായനോത്സവം, അതുപോലെ മറ്റെല്ലാ എക്സാമിനും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശൈലികൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മലയാളത്തിലെ കുറച്ച് ശൈലികളാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഗണപതിക്ക് കുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? നമുക്കറിയാം, ചില കാര്യങ്ങൾ ആദ്യം തുടങ്ങുമ്പോൾ ഗണപതിക്ക് വെച്ചിട്ടായിരിക്കുമല്ലേ തുടങ്ങുക. അപ്പോൾ ആരംഭിക്കുക, ഗണപതിക്ക് കുറിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആരംഭിക്കുക അല്ലെങ്കിൽ തുടങ്ങുക. അടുത്തത് ദീപാവളി കുളിക്കുക എന്ന് വെച്ചാൽ നീ ദീപാവളി കുളിച്ചു എന്നെല്ലാം പറയല്ലേ, എന്താ ധൂർത്ത് കളയുക, നശിപ്പിക്കുക എന്നൊക്കെയാണ്. അടുത്തത് മുയൽ കൊമ്പ്, നീ വലിയ മുയൽ കൊമ്പൊന്നും പറയണ്ട പറയും. എന്താ, ഇല്ലാത്ത വസ്തുവിനെയാണ് മുയൽ കൊമ്പ് എന്ന് പറയാം. 12-ാം മണിക്കൂർ, അവസാന നിമിഷത്തെയാണ് 12-ാം മണിക്കൂർ എന്ന് പറയാം. മൂക്കിൽ കയറിടുക പറയുമ്പോൾ എന്താ, നിയന്ത്രിക്കുക. പശുവിനൊക്കെ മൂക്കിൽ കയറിടുന്ന കാണും അല്ലേ, നിയന്ത്രിക്കുക. അടുത്തത് ശതകം ചൊല്ലിക്കുക. ഞാൻ നിന്നെ ശതകം ചൊല്ലിക്കും എന്ന് പറഞ്ഞാൽ നമ്മളവരെ കഷ്ടപ്പെടുത്തുക. ശതകം ചൊല്ലിക്കുക, കഷ്ടപ്പെടുത്തുക. അടുത്തത് അഴകിയ രാവണൻ അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ടാവും അഴകിയ രാവണൻ എന്ന സിനിമ. അതിലെ ഹീറോ എന്താ, എപ്പോഴും പൊങ്ങച്ചക്കാരനാണ് അല്ലേ. അപ്പോൾ അഴകിയ രാവണൻ എന്ന് വെച്ചാൽ പൊങ്ങച്ചക്കാരൻ. മീനി പറയുക, ഇവള് കുറേ മീനി പറയുന്നുണ്ട് എന്ന് വെച്ചാൽ എന്താ, വലിപ്പം, പൊങ്ങച്ചം അല്ലേ. മീനി പറയുക എന്ന് വെച്ചാൽ വലിപ്പം പറയുക. അടുത്തത് കേളി കൊട്ടുക. അത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേട്ടുമ്പോൾ നീ എനിക്ക് കേളി കൊട്ടാനൊന്നും പോണ്ട എന്ന് പറയും അല്ലേ. പരസ്യപ്പെടുത്തുക, കേളി കൊട്ടുക, പരസ്യപ്പെടുത്തുക. തണ്ടു തപ്പി വഷളൻ,